നമ്മളെ കൊല്ലുവോ? ഹേയ്, നീലി എല്ലാവരെയും കൊല്ലില്ല. പക്ഷേ അല്ലിയെ ചതിച്ചതുപോലെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ചതിച്ചാൽ നീലി ഉറപ്പായും അയാൾക്ക് മുന്നിൽ എത്തും. അത് ഉറപ്പാണ്. ആരാ ഈ അല്ലി മുത്തശ്ശി? അല്ലിയും നീലിയും ആരാണ്? അല്ലിയും നീലിയും തമ്മിൽ എന്താ ബന്ധം മുത്തശ്ശി? അവർ തമ്മിൽ ഒരു ബന്ധമുണ്ട് മോളെ. പണ്ട് 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 എന്ന് വെച്ചാൽ അങ്ങ് 9-ാം നൂറ്റാണ്ടിൽ മധ്യത്തിലായി അഗൈനൂർ ദേശം വാർന്ന ഒരു ദേവദാസി ഉണ്ടായിരുന്നു. കാർവീൻ സാധാരണ മനുഷ്യരുടെ ജീവിതശൈലി ആയിരുന്നില്ല കാർവീണയുടേത്. സർവ്വതും ഭഗവാന്റെ മുന്നിൽ അവൾ സമർപ്പിച്ചു കൊണ്ട് സ്വയം ഭഗവാനിലേക്ക് ജീവിതം ഒതുക്കിയവളാണ് കാർവീണ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കാർവീണ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി. അവളുടെ പേരാണ് അല്ലി. ദൈവസങ്കല്പങ്ങളിൽ അതിസുന്ദരിയായിരുന്നു അല്ലി. അപ്സരസ് വരെ അവളെ കണ്ടാൽ മാറി നിൽക്കും, അത്രയും സുന്ദരിയായിരുന്നു അല്ലി. ജീവിതത്തിലും സംഗീതത്തിലും നൃത്തത്തിലുമെല്ലാം പൂർണ്ണതയുടെ നാരീ സ്വരൂപമായിരുന്നു അല്ലിയുടേത്. അറിവിലും പാണ്ഡിത്യത്തിലുമെല്ലാം അവൾ വിജയത്തിൻ്റെ മാനങ്ങൾ കീഴടക്കിക്കൊണ്ട് സർവ്വയായി മാറി. ഒരു ദേവദാസിയായി ജീവിക്കാൻ അവൾ നിർബന്ധ ആണെങ്കിലും മനസ്സുകൊണ്ട് അല്ലി അങ്ങനെ ആയിരുന്നില്ല. കാരണം ദേവരാധയിൽ അവൾ കേട്ടിരുന്ന കഥകളിൽ നിന്നും ആ ഹൃദയത്തിൽ പതിഞ്ഞത് തൻ്റെ ആരാധനാമൂർത്തിയായ സാക്ഷാൽ മഹാദേവൻ്റെ അനശ്വര പ്രണയകാവ്യം ആയിരുന്നു.